ഞങ്ങള് കറങ്ങി കൊല്ലാൻ പോവാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഹൈലൈറ്റ്സിൽ കണ്ട പോലെ കുമ്പളങ്ങിയിലോട്ടാണ് നമ്മുടെ യാത്ര. കൂടെ യാത്ര ചെയ്യാനായിട്ട് എൻ്റെ കസിനും ഉണ്ട് ഇപ്രാവശ്യത്തെ നമ്മുടെ യാത്രയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും വ്ലോഗ് കാണാം കേട്ടോ. ഹലോ, ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ഞാൻ ചേച്ചിയാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു ഒരു ട്രിപ്പ് പോകാന്നുള്ളത്. അപ്പോൾ ഇപ്പോഴാണ് അതിനൊരു അവസരവും സമയവും കിട്ടിയത്. അവന് ബാക്കി നമ്മൾ എറണാകുളത്ത് എത്തിയിട്ട് കാണാം കേട്ടോ. ബൈ. ട്രെയിൻ കയറി നമ്മൾ എറണാകുളം സൗത്തിൽ നിന്നാണ് നമ്മുടെ ടീം ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവരുടെ കൂടെ ജോയിൻ ചെയ്തിട്ടാണ് കുമ്പളങ്ങിയിലോട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും വ്ളോഗിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കൂ കേട്ടോ. ഹലോ, അങ്ങനെ ഒരു രാവിലെ തന്നെ മുട്ടം പണി കിട്ടിയൊരു വീഡിയോ ആണത്. എറണാകുളം സൗത്തിൽ ഇറങ്ങേണ്ട ഞങ്ങളിപ്പോൾ ഇറങ്ങിയത് തൃപ്പൂണിത്തുറയിലാണ്. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ട ആൾക്കാരൊക്കെ അവിടെ വെയിറ്റിംഗ് ആണ്. ഇനി അവിടെ പോയിട്ട് ഫുഡ് പോലും കഴിക്കാതെയാണ്. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയില്ല, നോക്കാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ തൃപ്പൂണിത്തുറ പുതിയ പാലം അവിടെയാണ് നമുക്ക് സ്റ്റോപ്പ് അവർ പറഞ്ഞിരിക്കുന്നത്. അവിടെ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരത്തെ ഞങ്ങൾ എത്തി. പക്ഷെ ഒരു വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണമൊന്നും കഴിച്ചില്ല. നല്ല വിശക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. എന്താണെന്ന് അറിയാം, നോക്കണം ഇനി എന്ത് ചെയ്യാൻ പറ്റും. അവിടെ ചേച്ചി ഒരു വ്ളോഗ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമേ ഒരു കാര്യം പറയാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. കുറച്ച് ലെങ്ത്താണ് വീഡിയോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ 3-4 ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ കുറച്ച് ഫണ്ണി എലമെൻറ്റ്സ് ഒക്കെ കൂടിയിട്ടാണ് വീഡിയോ ഇട്ടിരിക്കുന്നത്. അതിൽ വില്ലേജ് വാക്ക് ഉണ്ട്, ഫിഷിംഗ് ഉണ്ട്, പിന്നെ കൊറാക്കിൾ സ്പിന്നിങ് ഉണ്ട്, കൺട്രി ബോട്ടിംഗ് ഉണ്ട്, ഫാം വിസിറ്റ് ഉണ്ട്. ഇതെല്ലാം കൂടി ഞാൻ ഒറ്റ വീഡിയോ ആയിട്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. 2 വീഡിയോ ആക്കാനുള്ളതായിട്ട് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഒറ്റ വീഡിയോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ പ്ലീസ് ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് വീഡിയോ വാച്ച് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ ട്രിപ്പ് അങ്ങനെ ഓണായിക്കൊണ്ടിരിക്കുന്നു. വിശന്നിരിക്കുവാണ്. എന്തെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു പറഞ്ഞിട്ടാണ് ഞാനും ചേച്ചി നടക്കുന്നത്. എന്ന് വെച്ചാൽ ഇത്ര നേരമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. വ്ളോഗിൽ ഒന്നും കഴിച്ചിട്ടില്ല. ശരിക്കും ഇവിടെ എന്തിനപ്പോ വന്നത്, എന്തിനാ നിസ്കരിക്കണോ അറിയോ? എന്നെ എടുക്കൂ, പ്രകൃതി എടുക്കും. ക്യാമറ വേറെ വെക്കി. ഓ, എന്നെ വേണ്ട. ശരി, അവസാനം നമ്മുടെ വെൽക്കം ഡ്രിങ്ക് വന്നു. അതെ, വ്ളോഗ് റിഫ്രഷിങ് ആവും. അത് കുടിച്ചാൽ മതി തൽക്കാലത്തേക്ക്. ചെറുപറാണ് വ്ളോഗിന്റെ ഫോണിൽ വ്ളോഗ്. നമ്മൾ വന്ന സ്ഥലമാണ് കേട്ടോ, ദ വിൻസ് ഗാർഡൻ. ഇവിടെ നിന്നാണ് നമ്മൾ ഇപ്പോൾ ഒരു വില്ലേജ് ടൂറിന് പോവാണ്. അപ്പോൾ അവിടെ നിൽക്കുന്ന ചേട്ടനാണ് നമുക്ക് ഗൈഡ് ചെയ്യുന്നത്. ഞാൻ അവിടെ ഉണ്ട്. 2 വ്ളോഗറാണ്. അതെ അതെ, കിട്ടും. അതിനാണ് നമ്മൾ ഫാമിലി പോണത്. കരിമീൻ, തിരുത, കടമ്പ് അത് കടന്ന് വാങ്ങിക്കാം. ലൈവായിട്ട് വാങ്ങിക്കാൻ പറ്റും. നയിച്ചുകൊണ്ട് നമ്മുടെ ഗൈഡ് ചേട്ടൻ ഫ്രണ്ടിലുണ്ട്. മഴയില്ല, ദൈവഭാഗ്യത്തിന് മഴയില്ല. പക്ഷെ ഒന്ന് തെന്നി കഴിഞ്ഞാൽ വീഡിയോ എടുത്തോണ്ടിരിക്കണ ഞാനടക്കം വെള്ളത്തിൽ. വീടല്ലാതെ നേരത്തെ അതായിരുന്നു പാലം. നീ പെണ്ണുങ്ങളൊക്കെ നടന്നു പ്രത്യേകിച്ച്.
നമുക്ക് എത്ര ദൂരം നടക്കാണ്ട് കൊറേ ഉണ്ടോ? രണ്ട് കാലം അങ്ങനെ വെച്ച് കയറി. കുറെ ചേച്ചിമാരിന്ന് കക്ക വരാൻ തോന്നുന്നു. കുമ്പളങ്ങയില് ഇതുപോലെ ചെമ്മീൻ കെട്ട്, കക്ക അങ്ങനെയുള്ള ഫിഷിംഗ് ഒക്കെ ഭയങ്കര കൂടുതലാണല്ലോ. അപ്പൊ അവരത് അവിടെ ഇങ്ങനെ ചെയ്യാന്നാ തോന്നുന്നത്. കൃഷിക്കായിട്ട് അവിടെ ധാന്യങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് അവിടെ ഈ കാട്, ഈ കാണുന്ന കാട് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്. ഈ കാടിനെ പറ്റിയാണ് ആ ചേട്ടപ്പ പറയുന്നത്. അവരുടെ പണ്ട് കൃഷി ചെയ്യാൻ വന്ന ഫാമിലീസാണ് ഇവിടെ ഉള്ളത്. 4-5 കുടുംബങ്ങളുണ്ട്. അത്ര പേരുള്ളൂ. ഇത് DMs എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ 150 ഏക്കർ പ്രോപ്പർട്ടിയാണ്. ഇത് നടുക്കൂടി ഒരു തോട് അടുത്ത പാലം ക്രോസ് ചെയ്യണം. ഇങ്ങനെ കുറേ പാലങ്ങളുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടേക്ക് നമുക്ക് ആക്സസ് ഉള്ളൂ. അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ എല്ലാവരും. ഇതിവിടെയുള്ള വീടുകളാന്ന് തോന്നുന്നുണ്ട്, ഇവിടെ താമസിക്കുന്നവര്. ഇത് വില്ലേജിലെ ആൾക്കാരുടെ വീടാണ്. ഇവിടെയാണ് താമസിക്കുന്നത്. സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ? പുത്തൻകരി, അത് കുമ്പളങ്ങര സുദേവാന്നൊക്കെ പറയാൻ ശരിക്കും ഇതിനെ പറയാം. ഇവിടെ ആൾക്കാർ താമസിക്കുന്നത്. ഇവിടെ ആൾക്കാർ കുറച്ച് ഫാമിലികള് നല്ല വൃത്തിയായിട്ട് അവർ ഇട്ടിട്ടുണ്ട്. കാണാനുണ്ട്. സെറ്റപ്പാണ് ഇവിടെ. ഫിഷിംഗ് തന്നെയല്ലേ മെയിൻ? മെയിനായിട്ട് ഫിഷിംഗ്. നേരത്തെ കർഷകരായിരുന്നു, പിന്നെ മത്സ്യബന്ധനത്തിലേക്ക് തിരിഞ്ഞത്. അതായത് ചെമ്മീനും കക്ക അങ്ങനെയുള്ള, പിന്നെ ആട്, കോഴി അങ്ങനെയുള്ള ഫാമിംഗ് ഉണ്ട്. അതൊക്കെ ഇവിടെ എത്തുമ്പോ കാണാം. ഒരു വീട്ടിലെന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ നമുക്ക് കാണിക്കാനായിട്ട്? ആട്, കോഴി, താറാവ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് അവിടെ. അല്ല, ഇവിടെ എന്തെങ്കിലും ചെയ്യണ്ടോ? നമ്മളെ ചൂണ്ടയുണ്ട്. ചൂണ്ട ഇത് നാരായണ ചേട്ടൻ്റെ വീടാണ്. പുള്ളിക്കാരെ കുറച്ച് മുമ്പ് അങ്ങോട്ട് പോയി. പുള്ളിക്കാരൻ്റെ മരുമോളും ഇവിടെ ഉള്ളത്. അപ്പൊ ഇവിടുത്തെ സ്ഥലത്തിൻ്റെയൊക്കെ ഫുള്ള് സെക്യൂരിറ്റി പുള്ളിക്കാരനാണ്. ഇവിടെ പുള്ളിക്കാരനാണ് ഈ സ്ഥലങ്ങൾ ഫുള്ള് നോക്കാനായിട്ട് ഏൽപ്പിക്കുന്നത്. അങ്ങനെ ഈ ചേട്ടന്റെ പിന്നാലെ നമ്മൾ വെച്ച് പിടിക്കാണ് ചൂണ്ടയുടെ. ചേട്ടന്റെ പേരൊന്നുകൂടി പറയാം. മിഡോൺ. ഓക്കെ. നമുക്ക് പോകേണ്ട പാലത്തിൽ വരണം. ഇത് ഒരു പാലമാണ്. അയ്യോ, നിങ്ങളെ ഈ ഏരി കൊണ്ടുപോകില്ല. താങ്ക് യു. ചൂണ്ട മേടിച്ചോ. ചൂണ്ടിടുന്ന ഒരാൾ മേടിച്ചു. അതെ, വെള്ളം. ചേട്ടന്റെ ചൂണ്ട ഇട്ടു. ഇല്ല, മീനും കൊത്തുന്ന് നമുക്ക് നോക്കാം. ചേച്ചി ഇവിടെ തകൃതിയായ ഫിഷിങ്ങിലാണ്. ചൂണ്ടിട്ടിട്ട് കൊറേ നേരെ നിൽക്കണം, ഒന്നും കൊത്തണില്ല. എടുത്തോണ്ട് പോയോ? ഓക്കെ. വൈഷ്ണവി ഇവിടെ കൊറേ നേരം പകുതി തീറ്റ മീൻ കൊത്തി എന്നും പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അതെ, തീറ്റ പോയി. ഇങ്ങോട്ട് നോക്കി. മീനുണ്ട്, കൊത്തണില്ല. മീനിനൊക്കെ സൂത്രം മനസ്സിലായി. എടുത്തോണ്ടിരിക്കാം. അതൊക്കെ നല്ല സെൻസേഷണൽ ആയിക്കോളും. വൈറലാവും. ശ്യാമസുന്ദര കേരകേദാരം എന്ന് പറഞ്ഞാൽ ഇതാണ്. പക്ഷെ വെള്ളം കയറിയ വലിയ രസമൊന്നും ഉണ്ടാവില്ല. പിന്നെ അല്ല, നാളെ
ആര് ഗൈഡ് ചേട്ടനല്ലേ? വീഡിയോ എടുത്തിട്ടാ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലത്ത് വീഡിയോ നല്ല ക്ലൈമറ്റ് ഉപ്പത്ത. ഈ ചെടി പോയ്സണസ് എന്നാണ് പറയുന്നത് ചേട്ടൻ. നമുക്ക് അടുത്ത പാലം വന്നെന്നാണ് ഗൈഡ് ചേട്ടന്റെ അപ്ഡേറ്റ്. ഇതിലെ പോണെന്നാണ് പറയണത്. ഓ മൈ ഗോഡ്. അവിടെ ഇതാണ് ഗൈസ് പാലം. രണ്ട് കാല് വെച്ച് പതിയെ പതിയെ ഇങ്ങനെ. ഞാൻ താഴെ നോക്കുന്നുണ്ട്. ഇവിടുത്തെ 70 ഏക്കറുണ്ട് ലോക്കൽ ഗാർഡിയൻ. നാണപ്പന് ഇവിടുത്തെ 140 ഏക്കറുണ്ട്. ഡിവൈഡ് ചെയ്ത് നോക്കണം. നെൽകൃഷിയായിരുന്നു പണ്ട്. 6 മാസം പൊക്കാളിപ്പാടങ്ങളാ ശരിക്കും 6 മാസം കൃഷി, 6 മാസം ചെമ്മീൻ, അങ്ങനെ ഒരു നെല്ലൊരു മീൻ. ഇപ്പൊ മീൻ മാത്രമേ ഉള്ളൂ. മീൻ കിട്ടും, ഫ്രഷ് മീനാ കിട്ടും. കുറവൊന്നുമില്ല. ഇവിടെ മൊത്തം എത്ര ആൾക്കാരുണ്ടാവും ഈ വില്ലേജ്? അതല്ല, ഈ ഒരു ഏരിയ. അത്രേ ഉള്ളൂ അല്ലേ? 1 കിലോമീറ്റർ ഒന്നും അല്ല, 2 കിലോമീറ്റർ 2 കിലോമീറ്റർ ആയി കഴിഞ്ഞു. അത് ശരിയാ. നൈറ്റ്സ് ഷൂട്ട് ചെയ്ത വീട് കാണാൻ പോവോ? ഇതോ? ഓക്കെ ഓക്കെ. ഇവിടെ മെയിനായിട്ട് കൊറേ കക്കകളുടെ ഇതുണ്ടല്ലോ. ഇവിടെയൊക്കെ വരാൻ വരും ആൾക്കാര്. ചെറിയൊരു ലൊക്കേഷൻ. പിന്നെ അവരുണ്ടാക്കിയ വീടാണല്ലോ അത്. സെറ്റ് അല്ലേ? ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരാറുണ്ടോ? ടൂറിസം വന്നു തുടങ്ങി. അതെല്ലേ. അപ്പൊ ഇവിടെ ഉള്ളവരുടെ മെയിൻ ഇത് കൃഷി തന്നെയാണ്, ഫാമിങ് തന്നെയാണ്. ഇത്രയും ദൂരം നമ്മൾ തിരിച്ചും പോണ്ടേ? ഓക്കെ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. വീഡിയോയില് രക്ഷയില്ല കേട്ടാ. വീടുകളൊന്നുമില്ല, പല ഭാഗങ്ങളിലായിട്ടാണ് ഇവിടെ വീടുകളുള്ളത്. അപ്പോൾ 2 വീട് കണ്ടു. ഇനി വേറൊരു ഏരിയയിലേക്കാണ് നമ്മൾ എത്തിയിരിക്കണേ. ഇവിടെ ഒരു 4-5 വീടുണ്ടാവും അല്ലേ? ഇതെന്താ? പശു. കേറില്ല. അതെന്താ? പാഷൻ ഫ്രൂട്ട്. അത്രേ ഉള്ളോ? വെള്ളം വന്നാലും ഒഴുകി. അതെയോ? വഞ്ചിയില് യാത്രയുണ്ടോ? അതാണ് മെയിൻ. അതെ. ചെമ്മീൻ കിട്ടില്ലട്ടാ. വീട്ടുകാർക്ക് ഇങ്ങനെ ഓരോ വഞ്ചി ഉണ്ടാവോ? അതെ അല്ലേ? ഏത്? കാണുന്നല്ലേ? മത്സ്യക്കൂട് കൃഷി. ഇതാണ് മത്സ്യത്തിന് കൂട് കൃഷി. ഓക്കെ. അവിടെ കാണുന്നത് അത് നമ്മൾ വേറെ കാണില്ലേ? കാണുന്നത് അവിടെ ഒരു ഷട്ടർ പോലെ ഉണ്ടാവും. നിങ്ങൾക്ക് അവിടെ ഷട്ടർ പോലെ ഇങ്ങനെ വെള്ളം കൺട്രോൾ ചെയ്യും അവര്. ചെമ്മീനൊക്കെ ഉള്ള സ്ഥലത്ത് നിന്ന് ചെമ്മീൻ പോവാണ്ടിക്ക് ചെറിയ നെറ്റ് വെച്ചിട്ട് കൺട്രോൾ ചെയ്യും. അപ്പൊ അല്ലെങ്കിൽ നമ്മൾ ഈ വില്ലേജിലാണ് താമസിക്കുന്നത്. പുത്തങ്കരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഓക്കെ. ഇവിടെ കൃഷിയാണല്ലേ മെയിൻ? മീനിന്റെ. ഓക്കെ ഓക്കെ. പിന്നെ
ഞങ്ങൾക്കതൊക്കെ ഇതുപോലെ മഴയുടെ സമയത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ട് നട്ടുപിടിപ്പിച്ചൊക്കെ അതെ അല്ലേ. പിന്നെ വഴിയാണ് ഞങ്ങൾക്കില്ലാത്തത്. ഓക്കെ. ചീനവല വലയില്ല. ബെസ്റ്റ്, നല്ല ശക്തിയുള്ള രണ്ടുപേര്, ഏറ്റവും ശക്തിയുള്ള രണ്ടുപേര്. വല വലിക്കാൻ പഠിപ്പിച്ചല്ലോ നമ്മളെ. ഇല്ലല്ലേ വല അങ്ങനെ പിടിച്ചിട്ടെടുക്കണം. ചേട്ടാ ഈ സാധനം അല്ലേ? ആ ഷൂ ആണെങ്കിൽ കുഴപ്പമില്ല. വ്ളോഗേഴ്സിന് പേടിയുണ്ടെങ്കിലും പേടിയില്ല എന്ന് സബ്സ്ക്രൈബറെ കാണിക്കാൻ വേണ്ടി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു. ഗൈസ്, ഞാനിരിക്കുന്നത് ഇവിടുത്തെ ഒരു മാടത്തിലാണ്. ഇവരിവിടെ ഫിഷിങ് ചെയ്യുന്നില്ലേ, ഇത് ചീനവല ഇടുന്നതാണ്. അപ്പോൾ ഇവിടെയാണ് ഇവർ കാവലിരിക്കുന്നതും അതുപോലെ ഫുഡ് കഴിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ മാടത്തിലാണ് കേട്ടോ. ഞങ്ങളിവിടെ കുറച്ച് നേരം ചാർജ് കഴിഞ്ഞപ്പോൾ ചാർജ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുക. അത് വെള്ളത്തിലിട്ട് പുഴുങ്ങി, അപ്പോൾ അതിങ്ങനെ ഇതോ തിളച്ച് വരുമ്പോ തരുവോ? അങ്ങനെ കഴിക്കാറ് കഴിക്കുന്ന ടേസ്റ്റ്. എത്ര നടന്നാലും ചാവത്തില്ല. ഇല്ല ചാവില്ല. ഇത് ഇതിലും വലുതാവും, വലിയ കയ വീടും. ഇറച്ചി ഇത്ര വെള്ളം ഉണ്ടാവും. ഇല്ല, അതിന്റെ ഉള്ളിലുള്ള ഇറച്ചി ഉണ്ടാവും. അതിന്റെ ഉള്ളിലടി അത് അവിടെ അങ്ങനെ കിടക്കുള്ളൂ. പാവാണ്. ഇന്നലെ ഞാൻ കറക്കി വേണ്ടി പെറുക്കിയെടുത്ത് എത്ര ദിവസം വേണമെങ്കിലും നടക്കും. കിടക്കും. ഇത് നമ്മളിവിടെ സൈഡിലിടും, മണ്ണില് സൈഡിലിടും വെള്ളത്തിലേക്ക്. അപ്പൊ ഇതിങ്ങനെ കുഴിഞ്ഞ് കിടക്കും. താഴെ ഇങ്ങനെ കുഴിഞ്ഞ് ഇങ്ങനെ മുകളിലോട്ടാക്കി കിടക്കും. ഇങ്ങനെ കിടക്കുള്ളത് ഇങ്ങനെ കിടക്കും. ഇങ്ങനെ തുറന്നു വരും. പുഴുങ്ങുമ്പോഴാ പൊളിഞ്ഞു വരുന്നത്. തിളക്കുമ്പോ ഇതിങ്ങനെ ജീവനോടെ കൊല്ലും. ചേച്ചി ഇതവിടെ വല വീശുകയാണ്. എന്നെ മീൻ പിടിക്കാനാണ്. രാത്രി കറിക്കൊക്കെ മീനും കിട്ടും. അന്നേ വെള്ളിക്കനോ വലിച്ച് വെള്ളിക്കണ്ടേ കക്കയാ? കക്കയല്ല, മീൻ മീൻ. എന്ത് പറഞ്ഞ വിളിക്കുന്നുള്ള ഞാൻ റോസ്റ്റാക്കാൻ വന്നവർ വിളിക്കട്ടെ. കിട്ടി കിട്ടി കിട്ടി, ചെമ്മീൻ കിട്ടി. ചട്ടിയില് കയറാനുള്ള വാ. ഇതാ മീൻ. വലിയ ചെമ്മീനാണ്. അത് ഈ തോടിയിൽ പിടിച്ച് വലിക്കും. നാരൻ ചെമ്മീൻ, കടയിൽ നാരൻ ചെമ്മീൻ, രണ്ട് നാരുണ്ട. അയ്യോ പാവം. അതെന്താ നാരെന്ന് പറഞ്ഞേ? വെള്ള കളർ നാരൻ ചെമ്മീൻ എന്ന് പറയുന്നത്. ഇതാണ് ഇത് ബാലൻസ് ചെയ്യണത്. ഇത് വെള്ളത്തിൽ മൂവ് ചെയ്യില്ലേ, ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് കറക്റ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് പോകാൻ പറ്റില്ല. ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് പോകും. ഇത് രണ്ടും ബാലൻസ് ചെയ്തിട്ടാണ് ഇത് മൂവ് ചെയ്യണത്. ഇതിന്റെ കാലുകൾ ഇങ്ങനെ പങ്കക്കാലെന്ന് പറയും. അതാണ് ഈ കാണുന്നത്. ഇതാണ് ഫീഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാല്, ഇറുക്കുകാലുകൾ. ഇത് രണ്ട് ഇതുകൊണ്ടാണ് ഇറുക്കണ്ട ഞണ്ടിന്റെ പോലെ ഇത് കണ്ട. ഇതിപ്പോ ഇത് കട്ട് ചെയ്ത് കിട്ടണമെങ്കിൽ ഇത് കറക്റ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റില്ല ചെമ്മീന്. നമുക്ക്
അവിടെ വെള്ളത്തിട്ടുണ്ട് രാത്രി വീശി എവിടെയുള്ളത്? കാണിച്ചത് എത്ര വലുത്? ഫ്രഷ് ആയിട്ട് കറിയൊക്കെ അല്ലാതെ ഞങ്ങൾക്ക് കിട്ടുമോ ഇങ്ങനെയൊക്കെ? ഇല്ല, ഇതിങ്ങനെ പിടിച്ചോണ്ട് അപ്പൊ തന്നെ വാങ്ങി ചത്ത് ഐസൊക്കെ ഇട്ട് ഇല്ല, ചത്തിട്ടില്ല. വെള്ളത്തിലിട്ടപ്പോ ഓടും. ജീവനുള്ള ചെമ്മീനെ കയ്യിൽ പിടിച്ച് അതിന്റെ അകത്ത് ആ കാണുന്നത് അത് നാരൻ ചെമ്മീൻ, പിന്നെ ബാക്കി ചൂടൻ ചെമ്മീൻ, തെള്ളി ചെമ്മീൻ, ചൂടൻ ചെമ്മീൻ എന്നൊക്കെ പറയും. രണ്ട് തെള്ളി വലുതാവില്ല, ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ചെമ്മീനാണ്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. ബാക്കിലുള്ള കുട്ടിയുടെ പേരെന്താ? എന്റെ പേര് ആതിര. ആതിര, ഹായ്. ഹായ്. എന്നെ കാണുന്നില്ല. ഹായ്. ട്രാൻസ്ഫോമറിൽ പോയിരുന്നേ ചാടി ഉണ്ടെങ്കിൽ. അവിടെ ഒരു ചേട്ടൻ വല ഇടാൻ തോന്നുന്നുണ്ട് കേട്ടോ. വലയൊക്കെ ഒരുക്കി വെക്കുന്നുണ്ട്. കക്കകൾ. ഞങ്ങള് വാഴയുടെ മാണി എന്നല്ല പറയാം, കൊടപ്പൻ എന്ന് പറയും. വാഴക്കൊടപ്പൻ. ഇത് കടച്ചക്കല്ലേ? ഇത് കോരി. ചെറിയുണ്ട്, ചെറിയുണ്ടോ? വലുതാവും. ഇത്ര ചെറുതാവും, 300 ഗ്രാം ഒക്കെ ഉണ്ടാവുള്ളൂ. മീൻ കൂടല്ലേ? ഫ്രെയിമാ. സിനിമയിൽ കണ്ട കുമ്പളങ്ങി നൈറ്റ്സ് പോലെയുള്ളൊരു സ്ഥലമൊന്നുമല്ല, കുറേ ഉണ്ട് ഇവിടെ കാണാനായിട്ട്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസാണ്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ചേച്ചിമാരൊക്കെ പറഞ്ഞ പോലെ അവർക്ക് വഴിയുടെ ഒരു പ്രശ്നമാണ് മെയിനായിട്ട്. പിന്നെ കൃഷിയാണ് ഇവർ, ഫാമിങ്, അതുപോലെ പശു, ആട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഇതേപോലെയുള്ള ഫിഷിംഗ് ആണ്. അവസാനം ഫൈനലി നമുക്ക് പോകാനുള്ള വണ്ടി അതാ മറുകരയിലുണ്ട്. തൽക്കാലത്തേക്ക് വണ്ടി വന്നു. ഇനി നമുക്ക് വേറെ 2-3 ആക്ടിവിറ്റീസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ജസ്റ്റ് കാറ്റ് കൊള്ളാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. ഒരു 3-4 കിലോമീറ്റർ നടന്നിട്ട് ഇടയിൽ ചെറിയൊരു ചാറ്റൽ മഴ, അങ്ങനെയൊക്കെ ഇട്ടൊരു അടിപൊളി ക്ലൈമറ്റ്. ഓറഞ്ച് അലേർട്ടാണെന്ന് ഓർക്കണം. എറണാകുളത്ത്, തൃശ്ശൂർ മഴയൊക്കെ മാറിയിരുന്നു. മഴ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ കൊട്ടവഞ്ചിയിൽ പോകാൻ പോകണേ. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കൊട്ടവഞ്ചിയിൽ കയറാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി നമ്മളെ കറക്കിയിട്ട് കൊണ്ടുവരുന്നതാണ് ആ ചേട്ടൻ പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ ഗൈഡ് ചേട്ടൻ തന്നെയാണ് കേട്ടോ എല്ലാത്തിനും നമ്മുടെ കൂടെ ഉള്ളത്. 4 പേർക്കാണ് കയറാൻ പറ്റുക. ജീവൻ മരണ പോരാട്ടാണ് ഗൈസ്. ഇറക്കി. അപ്പൊ ഇതില് കയറാൻ പറ്റിയില്ല, സങ്കടം മാറി. നോക്കാം. നല്ല വെയിലും കറങ്ങുന്നതിന് മുന്നേ നമ്മളെ ഇയാള് കറങ്ങി കൊല്ലാൻ പോവാണ് വെള്ളത്തിന്റെ നടുക്ക്. Oh my God. സൂപ്പർ. കഴിയുമ്പോ ഓ ഗോഡ്. തിന്നാത്ത ഭാഗ്യം. അതെ,
ആണോ? നമ്മളെ മത്സ്യം പോയിക്കോളും അവരൊക്കെ. താങ്ക് യു ചേട്ടാ. ഓക്കെ, അങ്ങനെ നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സിൽ എത്തിയിരിക്കുന്നു. ഫുഡ് കഴിക്കാനാണ് നേരത്തെ പറഞ്ഞ പോലെയല്ല, ശരിക്കും ഫുഡ് കഴിക്കാൻ വന്നതാ. ഒന്നുകൂടി കഴിക്കൂ. ആ, നമ്മുടെ ഫുഡ് വന്നിട്ടോ. കുട്ടി കഴിക്കണ കാണിച്ചു തരും. സങ്കല്പിച്ച് കേരക്കറി, കുറെ വിഭവങ്ങൾ നമുക്ക് വരാനുണ്ട്. കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട്. വിളമ്പുന്നു, ആതിരക്കുട്ടി വിളമ്പുന്നു. അതെന്ത് തോരൻ? പയറ് തോരൻ, കൂട്ടുകറി. യെസ്, നമ്മുടെ ഫുഡ് വന്നു ഗൈസ്. ഫുഡ് വന്നു. നിങ്ങൾ ദൂരത്തൊക്കെ എവിടെയൊക്കെ പോകാന്ന് ചോദിക്കുന്നത്? ലൈക്ക് ഇപ്പൊ ലൈക്ക് പുറത്ത് ഇല്ല ഓക്കെ, നമ്മുടെ സെഷനൊക്കെ കഴിഞ്ഞു. എല്ലാവരും പരിചയപ്പെട്ടു, കുറേ സ്റ്റോറീസ് കേട്ടു. എല്ലാവരും ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ് വന്നിട്ടുള്ള കുറേ യാത്രാ സ്നേഹികളാണ്. വലിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളിങ്ങനെ വുമൻസ് ട്രിപ്പിലൊക്കെ അങ്ങനെ വരുമ്പോൾ കുറേ ആൾക്കാരുടെ അനുഭവങ്ങളും അവരുടെ കുറേ അനുഭവങ്ങൾ കിട്ടും നമുക്ക്. അപ്പോൾ വീണ്ടും യാത്ര പോകാനുള്ളൊരു ഇൻസ്പിറേഷനും കൂടിയാണ്. അങ്ങനെ ഞങ്ങളുടെ സെഷനൊക്കെ കഴിഞ്ഞു. നല്ല വൈബാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഒരു കൺട്രി ബോട്ടിങ് അങ്ങനെയാണ് ഇവർ പറയണത്. അതൊന്നുമില്ല, നമ്മൾ വഞ്ചിയിൽ കയറുന്നു, യാത്ര ഇടും, അത്രയേ ഉള്ളൂ. അതിന് പോവാണ്. എല്ലാവരും ബാക്കിൽ ഇങ്ങനെ വരിവരായിട്ട് വരുന്നുണ്ട്. ഇവിടെ ആക്ച്വലി ഈവനിങ് ഒക്കെയാണ് കേട്ടോ ഈ സ്ഥലം ഓണാവുക ശരിക്കും. ഇപ്പോൾ ഒന്നും അധികമൊന്നും ഇല്ല, വെയിലും കാര്യങ്ങളൊക്കെ ആണല്ലോ. എല്ലാവരും അങ്ങനെ കുറച്ച് പേരൊക്കെ നടന്നു വരുന്നു. ഒരു 1 ഡേ എക്സ്പീരിയൻസ് എന്ന നിലയ്ക്ക് കുമ്പളങ്ങിയിൽ വന്ന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. കാരണം ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ കാര്യങ്ങൾ, പിന്നെ ചുറ്റും വെള്ളമല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റായിരുന്നു. നമ്മളിരുന്ന സ്ഥലത്ത് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു റിസോർട്ടോ ഒരു ചെറിയൊരു ഹോട്ടൽ പോലെ, അവിടെ നിന്ന് നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചേച്ചാട്ടോ നമ്മളെ കൊണ്ടുപോകണത്. അടിപൊളി. നമ്മുടെ ബാക്കിലുള്ളവരൊക്കെ ഇങ്ങനെ വഞ്ചിയിൽ കയറിയിട്ടാ, നമ്മളെ നേരെ വഞ്ചിയിൽ കയറും. ചേച്ചി പറയണ ഓളാണ് വഞ്ചി പോവെന്നാണ് ചോദിക്കുന്നത്. എൻ്റെ ദൈവമേ. ടാറ്റാ, ബൈ, കാണാം. അവരവിടെ ഭയങ്കര വൈബില് പോവാണ്. അങ്ങനെ നമ്മള് തോണി യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഗായ്സ്. ചെറിയ എവിടെ തള്ളാണ് തള്ള. ചേച്ചി എന്തേലും പറയൂ, പേടിയുണ്ടോ?
പേടിയില്ല, നല്ല രസമുണ്ട്. അയ്യോ ഈ ആട്ടം എന്തുകൊണ്ടാ? കടലിൽ പോകുമ്പോ ഇങ്ങനെയല്ലോ, അത് വെള്ളത്തിന്റെ ഇത് wave കടലിൽ ഓളം കണ്ടിട്ടില്ലേ? കടലിൽ പോകുമ്പോ ഇങ്ങനെ ആ വേവിനനുസരിച്ച് പോകുന്നുണ്ട്. എനിക്കെന്റെ ഫോൺ പോവാന്നുള്ള പേടിയുള്ളൂ. ഞാൻ പോയാലും പ്രശ്നമുണ്ട്. നിങ്ങളെവിടുന്നാ? കേരള? നിങ്ങളെവിടുന്നാ? പാടാണെന്നാണ് പറയുന്നത്. അതിൽ കൂടെയാണ് നമ്മളിപ്പോ മഞ്ചിലുമാണ്. ആണോ? കണ്ടോ, ഇതാണ് അടുത്തൊന്നും നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. കയാക്കിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ പല സ്ഥലത്തും ഇതുപോലെ കണ്ടൽ കാടുകളിലൂടെ പല വൈവിധ്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറ? അയ്യോ സൂപ്പർ സൂപ്പർ. അല്ല, നമ്മുടെ തോണിക്കാരൻ ചേട്ടന്റെ പേര് പറഞ്ഞില്ല. എന്താ? മിഡോണൽ. അത് കൈഡ് ചേട്ടനല്ലേ? ഡയമണ്ട്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. കണ്ടൽ കാടുകളുടെ ഉള്ളിലേക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നതാണ്. ചേട്ടാ, നമ്മുടെ വഞ്ചിയില് വെള്ളം കയറുന്നുണ്ടല്ലേ? ആ, എന്താണ് അവിടെ തുടങ്ങോ? നമ്മളെന്തിനാ ഇറങ്ങണേ? നമ്മൾ ഇറങ്ങാൻ വേണ്ടി വന്നതാ. എവിടെ? ഇവിടെ എവിടെ ഇറങ്ങൂ? ഇത് കണ്ടോ, ഓട്ടെ കൂടെ ഒക്കെ വെള്ളം വരുന്നു. അങ്ങനെ വന്ന് വന്ന് വെള്ളം. ഇതെന്താന്ന് പറഞ്ഞ ചേട്ടാ ഈ കായ? സ്റ്റാർ മാംഗ്രോ. സ്റ്റാർ പോലെ നിൽക്കുന്ന കണ്ടോ? ഇതിനാണ് സ്റ്റാർ മാംഗ്രോ എന്ന് പറയുന്നത്. അത് കണ്ടു. ഇത് കായാണ്. ഇന്നല്ലേ ഇനി പൂവായി വരുന്നത്. ആ ഇതാ പൂവായിട്ടില്ല, കായാവാ. ഇതാ പൂവ്. എടാ ഇതാ അവിടെ പൂ പൊഴിഞ്ഞതാണ്. അല്ല ഇത് നോക്ക്, ഇതാ ഇവിടെ ഇങ്ങനെ അല്ല ഈ സാധനം പുറത്തേക്ക് ബൾജ് ചെയ്ത് വരും. ഇത് കായായിട്ട് മാറുകയാണ്. ഇതുണ്ടോ? അപ്പൊ അങ്ങനെയാണ് ഗൈസ് സ്റ്റാർ മാംഗ്രോ ഉണ്ടായത്. എങ്ങനെ ഓട്ടയുള്ള വഞ്ചിയില് കേറിയിട്ട് നമ്മുടെ ചേട്ടൻ നമ്മുടെ തോണി മറിച്ചിടുകയാണ് ഗൈസ്. അതെ അതെ. മറിച്ചിടോ? ഇല്ല ഇല്ല, ഞാനിവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, നമ്മുടെ മറ്റേ വഞ്ചിക്കാരെവിടെ? അവര് പോയോ? തിരിച്ചു പോയോ? വീട്ടിന്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടുവരണം. എന്തൊക്കെയോ തിരിച്ചെത്തിയെത്തും. അതാണ്. അപ്പൊ എന്താന്ന് വെച്ചാല് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഞങ്ങൾ കയറിയെടുത്ത് തന്നെ പോവാം. ഫാം വിസിറ്റിംഗ് ഇതിൽ നടക്കില്ല. നമ്മുടെ കൂടെയുള്ള വഞ്ചിക്കാര് അവർക്ക് കാറ്റിന്റെ ദിശ കാരണം അവർക്ക് വഞ്ചി അവർക്ക് വഞ്ചിയില് എത്താൻ പറ്റില്ല. അവരുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു. വഞ്ചി ഞങ്ങള് തിരിച്ചു പോവാ. അയ്യോ റൈസ് പൂളോ? അതൊക്കെ പിന്നെ പറയാം. ടീ ടൈം. അടുത്ത കപ്പ് കൊണ്ടുവരൂ. അങ്ങനെ ഞങ്ങള് ഫാം വിസിറ്റിങ്ങിന് ഇപ്പൊ പോകുന്നത് നമ്മുടെ വണ്ടിയിലാണ്.
കാരണം വഞ്ചി പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കൂടെയുള്ളവരുടെ വഞ്ചി ശരിയായില്ല. കാറ്റിൻ്റെ എന്തോ ദിശ മാറിപ്പോയതുകൊണ്ട് അവർക്ക് നമ്മുടെ ഒപ്പം എത്താനായില്ല. അപ്പോൾ നമ്മൾ വഞ്ചി പകുതിക്ക് വെച്ച് നിർത്തി ചായയൊക്കെ കുടിച്ച് വണ്ടിയിൽ കയറി. പിന്നെ ഒരു ഫാം വിസിറ്റ് ഉണ്ട്. അങ്ങനെ ഫൈനൽ ലിസ്റ്റ് അല്ലേ? ഫൈനൽ അല്ലേ? ലാസ്റ്റ് ഇനിയുണ്ടോ ബീച്ചോ? അയ്യോ ഞങ്ങക്ക് പോവാൻ പറ്റുമോ? അപ്പൊ ഫൈനലല്ല കേട്ടോ. ഈ ഫാമിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ബീച്ചും കൂടി ഉണ്ടെന്നാണ് അവർ പറയണേ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ടാറ്റാ ബൈ ബൈ ടു കുമ്പളങ്ങി. ഈ സ്ഥലത്തേക്കാണ് നമ്മൾ വഞ്ചിയിൽ വരണ്ടായിരുന്നത്. പക്ഷേ അത് നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ലല്ലോ. അപ്പോൾ നമ്മൾ വണ്ടിയിൽ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു മയിൽക്കുറ്റിയൊക്കെ ഉണ്ട് ഗൈസ്. ഇത് കണ്ടോ? നമ്മൾ അതിലെയൊക്കെ കറങ്ങി തിരിഞ്ഞ് വരേണ്ട വഴിയായിരുന്നു. സമയത്ത് പുഴയോരത്ത് തോണി എത്തിയില്ല. ആ പാട്ടും പാടി വണ്ടി ഓടിക്കുന്നത് എങ്ങനെ എത്താനോ? ചേച്ചി നന്നായി പാടി. പക്ഷെ ചേച്ചി പാടിയ പാട്ട് കറക്റ്റ് ആയിരുന്നു. പുഴയോരത്ത് തോണി എത്തിയില്ല. നടു കിടന്ന് ഞങ്ങൾ തിന്നിയായിരുന്നു. കിടന്ന തോണി ഞാൻ കാണുന്നുണ്ട്. ഇതാണ് നമ്മൾ കാണാൻ വന്ന ഫാം. ഇവിടെ ഇത്രയൊക്കെ തന്നെയുള്ളൂ, വേറെ കാര്യമായിട്ടൊന്നുമില്ല. പല മീനുകളുണ്ട്. കാളാഞ്ചി, പിന്നെന്താ തിരുത, ചെമ്മീൻ, അങ്ങനെ പല മീനുകളും ഉണ്ടെന്നാണ് പറയുന്നത്. മീൻ കൃഷി. നമ്മൾ കാണുന്നത് തിരുത എന്ന് പറഞ്ഞ മീനാണ്. ഇവിടെ എവിടെ വന്നു ചാടി നേരത്തെ കൊണ്ടുന്നുണ്ടല്ലേ. കാണുന്ന കൂട്ടം കണ്ടോ? അതാണ് കേട്ടോ തിരുത. ഇത് പോണത് നിറയെ ഉണ്ട്. മൂവിയുണ്ടോ? അത് ഉള്ളിലിതാ അത് മറിഞ്ഞു പോകണം. നിൽക്കുന്നില്ല ഇതിൻ്റെ അകത്ത്. അകത്തുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ ഫാമിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ലാസ്റ്റ് വൺ ബീച്ച്. എന്ത് ബീച്ചാന്ന് പറഞ്ഞാൽ പുത്തൻതോട് ബീച്ച്. അവിടെയും കൂടി പോയ എൻഡ്. ഗൈസ് ഞങ്ങളുടെ വണ്ടി അവിടെ കുടുങ്ങി, വളയ്ക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മളെല്ലാവരും ഇറക്കിയതെന്ന് നിങ്ങൾക്ക് വളയ്ക്കാനുള്ള പരിപാടിയാണ്. ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അവസാനം നമ്മൾ ബീച്ചിലേക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നല്ല കോലാണ്, ആകെ ടാൻ അടിച്ച് മുഖമൊക്കെ നല്ല രസം. വീട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെ ഇല്ല. ഞാൻ ഇതൊക്കെ ചെയ്യും, ട്രാവൽ റിവ്യൂ അങ്ങനെയൊക്കെ ചെയ്യും. എന്നാൽ ടൈപ്പിങ്സ് ഒക്കെ ചെയ്യും. ഓക്കെ, ഞങ്ങളുടെ വണ്ടിയാണ് ഇതുവരെ ഞങ്ങളെ സഹിച്ചത്, കൊണ്ടു നടന്നതൊരു സന്തോഷം. താങ്ക് യു. അടിപൊളിയായിരുന്നു. താങ്ക് യു. എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നും പറയില്ല. ട്രിപ്പ് വാസ് വെരി ഓസം. ഭയങ്കര ട്രാവൽ. അതെ അതെ അതെ, എല്ലാവരും അടിപൊളിയായിരുന്നു. ആണല്ലേ? അതെ അതെ, നിങ്ങൾ ഇവരൊക്കെ ഭയങ്കര അടിപൊളി ആൾക്കാരാണ്. ഇന്നത്തെ ക്ലൈമറ്റ് ഞങ്ങൾക്ക് വളരെ ഫേവറബിൾ ആയിരുന്നു. അപ്പോൾ വ്ലോഗ് ബൈ ഗൈസ്.
മേഡം താങ്ക് യു. ഇനി വരുമ്പോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. എന്റെ എന്റെ നമ്പറില്ലേ എടുക്കണം. ഇത് മാത്രമല്ല ഇതിലുണ്ട്, ഞാൻ കൊടുത്തേക്കാം. ആ ശരി ശരി ഓക്കെ വേണ്ട ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. നമ്പർ ഉണ്ട് കൊടുത്തിട്ട് എടുത്ത്